പ്രാതിനിധ്യ വ്യവസ്ഥയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായം കൊണ്ടുവരുന്നതിന് അനുകൂലമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ എംപിമാർ വോട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു ഇത് സംബന്ധിച്ച ബില്ല് പാസ്സായത്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമാണ് എങ്കിലും നിലവിലെ നിയമങ്ങളിൽ മാറ്റം ഉണ്ടാകില്ല എന്നാണ് ഏതാണ്ട് ഉറപ്പ്. ബ്രിട്ടീഷ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും ആനുപാതിക പ്രാതിനിധ്യം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ലിബറൽ ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന ബിൽ 135-നെതിരെ 137 വോട്ടുകൾക്കാണ് പാസ്സായത്. വെസ്റ്റ് മിനിസ്റ്റർ പാർലമെന്റിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു നിർദ്ദേശത്തെ പിന്താങ്ങുന്നത്. 10 മിനിറ്റ് റൂൾ ബില്ലായാണ് ഇത് കൊണ്ടുവന്നത്. അതായത് വോട്ട് ചെയ്യുന്നതിന് മുൻപായി ആ ബില്ലിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ എംപിമാർക്ക് അത്രയും സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ബില്ലുകൾ പാസ്സായാലും ജനപ്രതിനിധി സഭയിൽ ആവശ്യത്തിന് സമയം ലഭിച്ചില്ല എന്നതിനാൽ മിക്കവാറും ഇവ നിയമം ആകാറുമില്ല. ഇതിനു മുൻപ് 2016-ലായിരുന്നു ജനപ്രതിനിധി സഭ അനുപാതിക പ്രാതിനിധ്യ ബിൽ പാർലമെന്റിൽ ചർച്ച ചെയ്തത്. അന്നും 10 മിനിറ്റ് റൂൾ ബില്ലായിട്ടായിരുന്നു ഇത് സഭയിൽ അവതരിപ്പിച്ചത്. അന്ന് 74-നെതിരെ 81 വോട്ടുകൾക്ക് ബിൽ തള്ളിക്കളയുകയായിരുന്നു. 62 ലിബറൽ ഡെമോക്രാറ്റിക് എംപിമാരും 59 ലേബർ എംപിമാരും ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. ഇതിൽ 2024-ൽ ആദ്യമായി പാർലമെന്റിലെത്തിയ ചില എംപിമാരും ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ കീർ സ്റ്റാർമർ ഈ നീക്കത്തിനോട് അനുകൂലിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സംഘത്തിലുള്ളവർ നിലവിലെ സമ്പ്രദായത്തിൽ ഉടനടി എന്തെങ്കിലും മാറ്റം വരില്ല എന്ന് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.